എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൻ്റെ ആഗ്രഹമാണ് പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ കർത്താവ് എന്നെ ഒന്ന് താങ്ങിപ്പിടിക്കണം. ഇന്ന് അങ്ങനെ ഒരു സന്ദേശമാണ് നിങ്ങളോട് പറയാനായിട്ട് കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. 41 സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വാക്യം, യഹോവ അവനെ രോഗശൈലിയിൽ താങ്ങും, ദീനത്തിൽ നീ അവന്റെ കിടക്കയെല്ലാം മാറ്റി വിരിക്കും. തല ഉയർത്തി നിൽക്കുന്ന ഒരു വൃക്ഷത്തെ ഒരുവൻ ആയുധം കൊണ്ട് വെട്ടി നിലംപരിചാക്കുന്നത് പോലെ നിന്റെ ആരോഗ്യത്തെയും സമ്പത്തിനെയും ഓജസ്സിനെയും തേജസ്സിനെയും ശത്രു തന്റെ ആയുധം കൊണ്ട് മുറിച്ച് നിലംപരിചാക്കാൻ ശ്രമിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന നിന്നോട് ആ ദൈവത്തിന്റെ ദൂത് നിന്നെ താങ്ങിപ്പിടിക്കുന്ന ഒരു കരമുണ്ട്. അത് ദൈവത്തിന്റെ കരമാണ്. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ രോഗാവസ്ഥയിൽ നീ കിടക്കയിലായിരിക്കാം. രോഗം നിന്നെ അകാരണമായി ഭാരപ്പെടുത്തുന്നുണ്ടായിരിക്കാം. എനിക്കെന്തോ സംഭവിക്കാൻ പോവുകയാണ്. യോബ് തന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഭയപ്പെട്ടത് തന്നെ എനിക്ക് ഭവിച്ചു. ഒരിക്കലും ഒരു ദൈവ പൈതൽ ഭയപ്പെടാതെ പ്രതിസന്ധിയുടെ മുമ്പിൽ പതറാതെ ദൈവത്തിൽ ഉറച്ചു നിൽക്കണം. ഇവിടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന ഒരു കാര്യം, നീ രോഗശയ്യയിലാണെങ്കിൽ അവൻ നിന്നെ താങ്ങുന്ന ദൈവമാണ്. എനിക്ക് തരുന്നൊരു ബോധ്യം പറയാം, നിന്നെ സൗഖ്യമാക്കാൻ ദൈവം ആഗ്രഹിക്കുക. 103 സങ്കീർത്തനത്തിൽ വചനമുണ്ട്, അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കും. ഈ ദിവസങ്ങളിൽ നിന്നെ ബാധിച്ചിരിക്കുന്ന സകല രോഗാവസ്ഥയും ഒരു കിടക്ക കൊണ്ട് നിന്റെ ജീവിതത്തെ ബന്ധിക്കത്തക്കവണ്ണം പല തരത്തിലുള്ള രോഗങ്ങളെ നിന്റെ ശരീരത്തിൽ കടത്തിവിട്ട് നിന്നെ ഒരു കിടക്കയിൽ ബന്ധിക്കുവാൻ പ്ലാൻ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് പറയാ, എന്റെ ദൈവം ഒരു കാര്യം ചെയ്യുന്നു, നിന്റെ രോഗ കിടക്ക മാറ്റി വിരിക്കാൻ പോവുകയാണ്. 38 വർഷം ബെത്സയിദ കുളത്തിന്റെ കരയിൽ ഒരേ കിടക്കയിൽ ബന്ധിക്കപ്പെട്ട് കിടന്നവനെ എന്റെ കർത്താവ് ആ കുളത്തിന്റെ കരയിൽ ഇറങ്ങി വന്ന് അവന്റെ കിടക്ക മാറ്റി വിരിച്ചതുപോലെ ഇന്ന് പകൽ നിന്റെ സ്ഥിതി മാറ്റുന്ന കർത്താവ് നിന്റെ അടുക്കൽ വരാൻ പോവുകയാണ്. അവൻ നിന്റെ രോഗശൈലിയിൽ താങ്ങും, ദീനത്തിൽ അവൻ നിന്റെ കിടക്ക മാറ്റി വിരിക്കും. ഒന്നിച്ച് കണ്ണുകളെ അടച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അകാരണമായ രോഗങ്ങൾ മനുഷ്യ ശരീരങ്ങളെ കയറിപ്പിടിക്കുമ്പോൾ ഒരു കിടക്ക കൊണ്ട് അവന്റെ ആയുസ്സിനെ ഒടുക്കിക്കളയുവാൻ പിശാച് അയക്കുന്ന നിഗൂഢ പദ്ധതികൾ ഈ പ്രാർത്ഥനയുടെ നടുവിൽ പൊട്ടി അഴിഞ്ഞ് അപ്രത്യക്ഷമാകട്ടെ. കർത്താവെ, രോഗശൈലിയിൽ താങ്ങുന്ന കരം, രോഗത്തിൽ കിടക്ക മാറ്റിവിരിക്കുന്ന കരം ഈ പ്രാർത്ഥന നടക്കുമ്പോൾ കർത്താവെ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ ഇറങ്ങി വരണം. കർത്താവെ, അവർ ആരോഗ്യമുള്ളവരായി, ആരോഗ്യമുള്ള ശരീരത്തോടെ, ഉന്മേഷമുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ ഇടയാക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിന്നെ താങ്ങുന്ന ദൈവം, നിന്റെ കിടക്ക മാറ്റിവിരിക്കുന്ന ദൈവം കൂടെയുണ്ട്. ഗോഡ് ബ്ലെസ് യു.